ഹലോ ഫ്രണ്ട്സ്, സ്പേസ് ടെക്നോളജിയിലെ ആദ്യത്തെ യൂണിറ്റിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോളാർ സിസ്റ്റത്തിലേക്ക് കിടക്കാം. സോളാർ സിസ്റ്റം ഫോം ചെയ്തത് 4.6 ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. എങ്ങനെയാണ് അത് ഫോം ചെയ്തത്? ഒരു ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് സംഭവിച്ചു. വലിയ ജൈൻ്റ് ആയിട്ടുള്ള ഇൻഡർസ്റ്റെല്ലർ മോളിക്യുലർ ക്ലൗഡ്സിൻ്റെ കൊളാപ്സ് കാരണമാണ് ഈ ഒരു 4.6 ബില്യൺ ഇയേഴ്സ് എഗോ ഒരു സോളാർ സിസ്റ്റം ഫോം ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് ബീൻ എക്സ്പ്ലെയിൻ ത്രൂ ദ പ്രോസസ് കോൾഡ് നെബുലർ ഹൈപ്പോത്തസിസ്. അപ്പോൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള, വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു കോസ്മിക് നൈബർഹുഡ് സെൻറ്റർ ചെയ്യുന്ന, സണ്ണിനെ സെൻറ്റർ ചെയ്തിട്ട് ഒരുപാട് കോസ്മിക് നൈബേഴ്സ് ഇങ്ങനെ ചുറ്റുന്ന ഒരു പരിപാടിനെയാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി സൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന സോളാർ സിസ്റ്റം ഇൻ ഇറ്റ് സെൽഫ് ഇസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് എനർജി. അതിൽ 8 പ്ലാനറ്റ്സ് ആണുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഈ 8 പ്ലാനറ്റ്സിനും ഓരോരോ മൂൺസ് ഉണ്ട്, അല്ലേ? ഡിഫറെൻറ്റ് മൂൺസ് ഉണ്ട്. ആൻഡ് അത് 3 മാത്രമല്ല, ഒരുപാട് സെലസ്റ്റൽ ബോഡീസും ഡ്രാഫ്റ്റ് പ്ലാനറ്റും ആസ്ട്രോണോട്ട്സും കോമോട്ട്സും മീറ്റിറോയിഡ്സും എല്ലാം ഈ സോളാർ സിസ്റ്റത്തിലുണ്ട്. ആദ്യം നമുക്ക് സണ്ണിനെ കുറിച്ച് മനസ്സിലാക്കാം. സൺ എന്ന് പറയുന്നത് യെല്ലോ ഡ്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ്. ഓക്കെ, അതിൻ്റെ 99.89% ഓഫ് ദ ടോട്ടൽ സോളാർ സിസ്റ്റത്തിൻ്റെ മാസം ഈ സണ്ണിനാണുള്ളത്. സൺ ഇസ് ദാറ്റ് ബിഗ്. പക്ഷെ മറ്റുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് എ യെല്ലോ ഡ്രാഫ്റ്റ് സ്റ്റാർ. ഓക്കെ, സ്റ്റാർ, ഒരു സൺ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണ്, യെല്ലോ ഡ്രാഫ്റ്റ് സ്റ്റാർ ആണ്. ഈ സോളാർ സിസ്റ്റത്തിൻ്റെ എൻറ്റയർ മാസിൻ്റെ 99.86 മാസും ആരുടെ കയ്യിൽ തന്നെയാണ്? സണ്ണിൻ്റെ കയ്യിലാണ്. സൺ കമ്പോസ് ചെയ്യുന്നത് ഹൈഡ്രജനും ഹീലിയവും കൊണ്ടാണ്. ഹൈഡ്രജൻ 73%, ഹീലിയം 25%. ഇതിൻ്റെ ഉള്ളിലുള്ള ഇത്രയും എനർജി ഇല്ലേ, ഈ എനർജി എല്ലാം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ കോറിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ട്, അതുവഴിയാണ് അത് ഉണ്ടാകുന്നത്. ഓക്കെ, അവിടെ ഹൈഡ്രജൻ ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്യും ഹീലിയമായിട്ട്, എന്നിട്ട് ഇമെൻസ് എമൗണ്ട് ഓഫ് എനർജി അത് പുറത്തേക്ക് വിടും. അപ്പോൾ ഒന്നുകൂടെ പറയാം, യെല്ലോ ഡ്രാഫ്റ്റ് ആണ്. 99.86 ഓഫ് ദ എൻറ്റയർ സോളാർ സിസ്റ്റത്തിൻ്റെ മാസും സണ്ണിൻ്റെ കയ്യിലാണുള്ളത്. ഹൈഡ്രജനും ഹീലിയമാണുള്ളത്. ഈ ഹൈഡ്രജനും ഹീലിയം തമ്മിലുള്ള ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത് വഴി ഇമൻസ് എമൗണ്ട് ഓഫ് എനർജി അവർ റിലീസ് ചെയ്യും പുറത്തോട്ട്. അതാണ് അതിൻ്റെ ഒരു പരിപാടി, സണ്ണിൻ്റെ ഒരു മൊത്തത്തിലുള്ള കാര്യം. ഇനി സ്ട്രക്ചർ ഓഫ് സൺ നോക്കാം. സ്ട്രക്ചർ ഓഫ് സൺ ഞാൻ ജസ്റ്റ് ഒരു ഇമേജിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് തിയോററ്റിക്കലി അത് വായിക്കാം. സി, ദിസ് ഇസ് എ സ്ട്രക്ചർ ഓഫ് ദ സൺ. സണ്ണിനെ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുക, അതിൻ്റെ ഉൾഭാഗം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ദിസ് ഇസ് എ കോർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോട്ടസ്റ്റ് റീജിയൻ. എല്ലാവിധ എനർജിയും ഫോം ചെയ്യുന്നത് ഈ പറയുന്ന ഏരിയയിലാണ്. എങ്ങനെ സംഭവിക്കുന്നത്? അവിടെ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുന്നു, അല്ല? ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് ഈ പറയുന്ന എനർജി ഇത്രയും റേഡിയേറ്റ് ആവുന്നത്. എനർജി റേഡിയേറ്റ് കാരണം ഇങ്ങനെ അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ട് സ്പ്രെഡായി വരും കേട്ടോ. അങ്ങനെ സ്പ്രെഡായി വരുന്ന ആ ഒരു ഏരിയയിൽ അതിനാണ് റേഡിയോ ആക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. എനർജി വിൽ ബി ട്രാവലിംഗ് ഔട്ട്വേർഡ്. എങ്ങനെയാണ് ഔട്ട്വേർഡ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്? ഫോട്ടോൺസ് ആയിട്ടാണ് അത് ട്രാവൽ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന ബോർഡർ ഏരിയയില്ലേ, ഈ പറയുന്ന അറ്റത്തിനെ നമ്മൾ കൺവെക്ഷണൽ സോഴ്സ് എന്ന് പറയും. കൺവെക്ഷണൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറ്റ് പ്ലാസ്മ കറൻസ് വഴി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആ പറയുന്ന ഒരു പാത്ത് വേനെയാണ് കൺവെക്റ്റീവ് സോൺസ് എന്ന് പറയുന്നത്. ഈ കൺവെക്റ്റീവ് സോൺസിൻ്റെ പുറത്തോട്ട്, അതായത് എനർജി അതിൻ്റെയും പുറത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്രോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ക്രോമോസ്ഫിയർ എന്ന് പറയുന്നത് റെഡ് ഇൻ കളറാണ്. നമ്മൾ ആക്ച്വലി ഇറ്റ് ക്യാൻ ഈസിലി ബി ഒബ്സർവ്ഡ് എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും കാണാൻ പറ്റും. പല ഇതിലും നമുക്ക് ആ ഒരു സണ്ണിന് ചുറ്റുമുള്ള ഒരു ചുവന്ന വലയം കാണാൻ പറ്റും. ആ ചുവന്ന വലയത്തിൻ്റെ പേരാണ് ക്രോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി വിസിബിൾ ആയിട്ടുള്ള സർഫസ്, പുറത്തുള്ള ആ ഒരു സർഫസ് എന്ന് പറയുന്നതാണ്, ദാറ്റ് ഇസ് ആക്ച്വലി സോഴ്സ് ഓഫ് സൺലൈറ്റ്. അതിനെ പറയുന്ന പേരാണ് ഫോട്ടോസ്ഫിയർ. ഈ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഫോട്ടോസ്ഫിയർ. ഈ ഫോട്ടോസ്ഫിയറിൻ്റെയും ചുറ്റും വേറൊരു ഏരിയ ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് കൊറോണ എന്ന് പറയുന്നത് എന്താ? ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ലെയറാണ്. പക്ഷെ ഒരു ഫണ്ണിയസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, ഈ ശരിക്കും ഇവിടെ ഉള്ള ഒരു വിസിബിൾ സർഫസ് ഇല്ലേ, ആ സർഫസിനെ കാട്ടിലും ചൂട് കൂടുതലാണ് ആർക്ക്? ഈ പറയുന്ന കൊറോണ എന്ന് പറയുന്ന സാധനത്തിന്. ഓക്കെ, ഇറ്റ് ഇസ് മോർ ഹോട്ടർ. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സ്ട്രക്ചർ നോക്കാം. എന്തൊക്കെയാണ്? നടുക്ക് ഒരു കോറുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് റേഡിയോ ആക്റ്റീവ് സോൺ ഉണ്ട്, അതിൽ നിന്നൊരു കൺവെക്ഷൻ സോണിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ആവുന്നു. ക്രോമോസ്ഫിയർ ഉണ്ട്. ക്രോമോസ്ഫിയർ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി റെഡ് ഇൻ കളർ. പിന്നെ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന ഏരിയ എന്നാണ് ഈ പറയുന്ന സൺലൈറ്റ് എല്ലാം എമിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു വലയ പ്രഭാവത്തിന് നമ്മൾ എന്താ പറയുന്നത്? കൊറോണ എന്നാണ് പറയുന്നത്. കൊറോണ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് ശരിക്കും വിസിബിൾ ആണ്, നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു സാധനമാണ് കൊറോണ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഈച്ച് ഓഫ് ദീസ് തിങ്സ് സെപ്പറേറ്റ്ലി. കോർ എന്ന് പറയുന്നത് എന്താ? ഹോട്ടസ്റ്റ് റീജിയൻ ആണ് കോർ എന്ന് പറയുന്നത്. അവിടെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുന്നത്. ഹൈഡ്രജനും അതുപോലെ തന്നെ ഹീലിയം തമ്മിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ. അവിടെ നിന്ന് എനർജി റിലീസ് ആവുകയും ഹൈ ആയിട്ടുള്ള എനർജി ഫോട്ടോൺസ് വഴി, ഗാമ റേസ് ആണത്, അതുവഴി എനർജി ട്രാൻസ്ഫർ ആവും. പിന്നെ റേഡിയോ ആക്റ്റീവ് സോൺ ഉണ്ട്. റേഡിയോ ആക്റ്റീവ് സോൺ എന്ന് പറയുന്നത് റേഡിയേറ്റ് ചെയ്യുന്നു, ഫാൻറ്റൺസ് വഴി റേഡിയോ ആക്റ്റീവ് സോൺ റേഡിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എനർജി ട്രാൻസ്പോർട്ടിൻ്റെ ഒരു പാത്വയാണ്, ഒരു വഴിയാണ്. ആ ഒരു ഫ്യൂഷൻ വഴി അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നൊരു സാധനമാണ്. ആൻഡ് ദെൻ ഇറ്റ് വിൽ സ്ലോലി റീച്ച് ടു കൺവെക്റ്റീവ് സോൺസ്. കൺവെക്റ്റീവ് സോൺസ്
എന്ന് പറയുന്ന സാധനം ശരിക്കും ഈ പ്ലാസ്മ കറൻസിനെ യൂസ് ചെയ്തിട്ട് ഫ്യൂഷൻ എനർജി റിലീസ് ചെയ്യുകയും ആ ഒരു സോളാർ ആക്ടിവിറ്റീസിനെ അത് ഫ്യൂൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ കൺവെക്ഷണൽ കറൻസിൽ നിന്ന് അത് സംഭവിക്കുന്നത് എന്താണ്? ശരിക്കും ഒരു വെള്ളം ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ എന്തായിരിക്കും? വെള്ളം ഒരു പോട്ടിലിട്ട് തിളപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതുപോലെ ഒരു എഫക്റ്റാണ്. ശരിക്കും അതിങ്ങനെ റൈസ് ആവും, കുമിളകൾ ഇങ്ങനെ റൈസ് ചെയ്തിട്ട് കൂൾ ഡൗൺ ചെയ്യും, സിങ്ക് ബാക്ക് ചെയ്യും. അതിങ്ങനെ കണ്ടിന്യൂസ് സൈക്കിളായിട്ട് പോകും. എന്ത് സംഭവിക്കും? പ്ലാസ്മ ഇങ്ങനെ സർഫസിലേക്ക് ഇങ്ങനെ റൈസ് ചെയ്യും, പിന്നെ കൂൾ ഡൗൺ ചെയ്യും, പിന്നെ സിങ്ക് ബാക്ക് ചെയ്യും, പിന്നെ ഒരു കണ്ടിന്യൂസ് സൈക്കിൾ ഇങ്ങനെ ഫോം ചെയ്യും. ഇനി ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത് വിസിബിൾ ആയിട്ടുള്ള സർഫസ് ആണ്. സൺലൈറ്റ് കാണാൻ പറ്റുന്ന വിസിബിൾ ആയിട്ടുള്ള സർഫസ് ആണ്. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഇസ് ആക്ച്വലി നോട്ട് ജസ്റ്റ് ദാറ്റ്, ഐ മീൻ ജസ്റ്റ് ട്രൈങ് ടു ടെൽ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് താഴെയുള്ള ഈ ലെയറിലെ ഈ ലെയറിനെക്കാട്ടിലും കൂളറാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇവിടെ ഫ്യൂഷൻ നടക്കുന്നു, ഏറ്റവും ചൂട് ഇത്. ഈ ചൂടിനെക്കാട്ടിലും 5500 ഡിഗ്രി സെൽഷ്യസ് തണുപ്പാണ് അവിടെ പുറത്ത്. ആ തണുപ്പിൽ നിന്നാണ് നമുക്ക് ഇത്ര ചൂട് കിട്ടുന്നത്, പിടികിട്ടിയ. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ആ ഏരിയ ഫോട്ടോസ്ഫിയറിൽ വേറൊരു സാധനമുണ്ട്, സൺസ്പോട്ട്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ. ഈ സൺസ്പോട്ട്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂളർ ആയിട്ടുള്ള റീജിയൻ ആണ്. ഓൾറൈറ്റ്, വൈ ഇറ്റ് ഇസ് കൂളർ? ബിക്കോസ് അതിൽ നിന്ന് മാഗ്നറ്റിക് എനർജി കാരണം. ക്രോമോസ്ഫിയർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ക്രോമോസ്ഫിയർ എന്ന് പറയുന്നത് ജസ്റ്റ് തിൻ ലെയർ, ഫോട്ടോസ്ഫിയറിനും അപ്പുറത്തുള്ള തിൻ ലെയർ ആണ് ഓഫ് ഹോട്ട് ഗ്യാസ് ആണ്. അത് കുറച്ചുകൂടി നല്ല രീതിയിൽ സർഫസിനെ കാട്ടിലും കൂടുതൽ എന്താ പറയുക, ലൈക്ക് ഹോട്ട് ഇതാണ്. അത് റെഡിഷ് കളറിലുള്ള ഒരു സാധനമാണ് കേട്ടോ. അത് ഹൈഡ്രജൻ എമിറ്റ് ചെയ്യും. അതുപോലെ തന്നെ സോളാർ എക്ലിപ്സ് സമയത്ത് നമുക്ക് കാണാൻ പറ്റും. കൊറോണ എന്ന് പറയുന്ന സാധനം ഇതേപോലെ തന്നെ ടോട്ടൽ സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് നമുക്ക് വിസിബിൾ ആണ്. അത് കുറച്ചുകൂടി നല്ല ചൂടാണ്, കൂടുതൽ ചൂട് അവിടെയാണ്. സോളാർ ഫിനോമിനാസിനെ കുറിച്ചും കൂടി ഡിസ്കസ് ചെയ്യാം. സോളാർ ഫിനോമിനാസ് 3 ഉണ്ട്. അതും കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോളാർ ഫിനോമിനാസിലെ ഫസ്റ്റ് വൺ ഇസ് സൺസ്പോട്ട്, സെക്കൻഡ് ഇസ് സോളാർ ഫ്ലെയർ. സോളാർ ഫ്ലെയർസ് ഇസ് വൺ ഓഫ് ദ PYQ. ആൻഡ് ദെൻ കംസ് എ കൊറോണൽ മാസ് ഇജക്ഷൻ. ഇതെല്ലാം PYQs ആണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് നോക്കാം. ഈ 3 ഫിനോമിനാസും കൂടി മനസ്സിലാക്കാം. ഫസ്റ്റ് തിങ് സൺസ്പോട്ട്സ്. സൺസ്പോട്ട്സ് എന്താണ്? ഡാർക്കർ ആയിട്ടുള്ള കൂളർ ആയിട്ടുള്ള പാച്ചസ് ആണ്. ഓക്കെ, ഈ സംഭവം സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയാസിനെക്കാട്ടിലും 1500 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ളതാണ്. ആൻഡ് പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദർ ഇസ് എ തിങ് കോൾഡ് സോളാർ സൈക്കിൾ. നമ്മൾ സോളാർ സൈക്കിൾ 25ലാണ് എത്തി നിൽക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഒരു 11 ഇയർ സോളാർ സൈക്കിളാണ്. ഈ 11 ഇയർ സോളാർ സൈക്കിളിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? ഹൈ ആക്ടിവിറ്റി നടക്കും, അതിന് സോളാർ മാക്സിമം എന്നാണ് പറയുക. ലോ ആക്ടിവിറ്റിയും നടക്കും, അതിന് സോളാർ മിനിമം എന്ന് പറയാം. ഒരുപാട് സൺസ്പോട്ടുകളും ഒരുപാട് ഫ്ലയേഴ്സും ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളും ആക്ടിവിറ്റീസും കണ്ടു കഴിഞ്ഞാൽ അത് സോളാർ മാക്സിമം ആണ്. ശരിക്കും 2025 ഈ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. ദിസ് ഇസ് ഓൾ ലൈക്ക് കറണ്ട് അഫയേഴ്സ്. അപ്പം സോളാർ മിനിമം നടക്കും, സോളാർ മാക്സിമം നടക്കും. 2019 തുടങ്ങിയിട്ടുള്ള ഒരു സാധനമുണ്ട്, ലൈക്ക് സോളാർ സൈക്കിൾ 25. അത് പീക്കിലെത്തിയത് 24-25 കാലഘട്ടത്തിലാണ്. ഓക്കെ, ഈ പറയുന്ന സൺസ്പോട്ട് എന്താണെന്ന് മനസ്സിലായില്ലേ? സൺസ്പോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂളർ ആയിട്ടുള്ള റീജിയനാണ്. മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് 11 ഇയർ ആയിട്ടുള്ള സോളാർ സൈക്കിളാണ്. സോളാർ മാക്സിമം സോളാർ മിനിമവും കൂടിയിട്ട് ആക്ടിവിറ്റീസ് എല്ലാം വരുന്ന ഒരു ഒക്കറൻസ് ആണ് ഈ പറയുന്ന സോളാർ സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കറൻറ്റ്ലി സോളാർ സൈക്കിൾ 25. ഇനി സോളാർ ഫ്ലെയർ എന്താന്ന് നോക്കാം. സോളാർ ഫ്ലെയർ എന്താ? സഡൻ ആയിട്ട് പെട്ടെന്ന് ഇൻറ്റൻസ് ആയിട്ട് സഡൻ ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നടക്കുകയാണ് പെട്ടെന്ന്. എന്തുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇങ്ങനെ പെട്ടെന്ന് ബേസ്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺസ്പോട്ട് നേരത്തെ പറഞ്ഞില്ലേ, ആ സൺസ്പോട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് മാഗ്നറ്റിക് എനർജി റിലീസ് ആവുന്നത് വഴിയാണ് ഈ പറയുന്ന സഡൻ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പുറത്തോട്ട് പോകുന്നത്. ഇറ്റ് ക്യാൻ ആക്ച്വലി ട്രാവൽ അറ്റ് എ സ്പീഡ് ഓഫ് ലൈക്ക് 8 മിനിറ്റിൽ ഭൂമിയിലെത്തും. 8 മിനിറ്റിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഭൂമിയിൽ എത്തുന്ന സമയത്തുണ്ടല്ലോ, നല്ല ഹൈ ഫ്രീക്വൻസിയിലാണ് വരിക. നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഡിസ്ട്രാക്റ്റ് ആവും, നമ്മുടെ എയർക്രാഫ്റ്റും ഷിപ്പുകളും എല്ലാം ഡിസ്ട്രാക്റ്റ് ആവും. അങ്ങനെ ഒരു സാധനം നവംബർ 2025 വന്നു. ഇത് PYQ കറണ്ട് അഫയേഴ്സ് ആണ് ആക്ച്വലി. ദിസ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ ഇൻ അവർ 2026 പ്രിലിംസിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള കാര്യമാണ്, കാരണം ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് സംഭവിച്ചത് നോക്കൂ. സണ്ണ് X5.1 ക്ലാസ് ഫ്ലയർ ആണ് വിട്ടത്. സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സോളാർ സൈക്കിൾ 25 ആണ്. ഓക്കെ, അങ്ങനെ നടക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അറോറാസ് ഫോം. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ PYQ. എന്താണ് നടക്കുന്നത്, ഏതിലാണ് അറോറ ഉണ്ടാവുന്നത്? ദിസ് ഈസ് ഓൾസോ ഒരു ജോഗ്രഫി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. അറോറ ഫോം ചെയ്യും എന്നുള്ളതാണ്. എന്താണ് അറോറ എന്ന് പറയുന്നത്? ആകാശത്ത് ഡാൻസിങ് ആയിട്ടുള്ള ലൈറ്റ് കാണാം, ഗ്രീൻ കളറിൽ, പിങ്ക് കളറിൽ, ബ്ലൂ കളറിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഡാൻസിങ് ആയിട്ടുള്ള വേവ്സിനെയാണ് പറയുന്നത്. ഇനി അറോറാസ് ഒരുപാട്, അതായത് അൺയൂഷ്വലി ഫാർ സൗത്തിലോട്ട് ഒരുപാട് അറോറാസ് കണ്ടു, ആഫ്രിക്ക, യൂറോപ്പ്, ആ ഒരു റീജിയനിൽ. ദാറ്റ് വാസ് സോളാർ ഫ്ലെയർ. ഓക്കെ, ഇനി അടുത്തത് കോറൽ
കൊറോണൽ മാസ് ഇജക്ഷൻസ് എന്താണ്? കൊറോണൽ മാസ് ഇജക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് ഇതേപോലെ തന്നെ മാസീവ് ക്ലൗഡാണ്. മാസീവ് ക്ലൗഡ് ഓഫ് പ്ലാസ്മ എജക്ഷൻസ് ആണ്. എവിടെ നിന്നാണ് വരുന്നത്? ഈ പറയുന്ന കൊറോണ ലാസ്റ്റത്തെ ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, ഈ ഏരിയ ചൂടുണ്ട്, സർഫസിനെക്കാട്ടിലും ചൂടുള്ള ഏരിയ ഉണ്ട് പറഞ്ഞില്ലേ. ആ ഒരു ഏരിയയിൽ നിന്ന് മാസീവായിട്ടുള്ള ക്ലൗഡ്സിൽ നിന്നാണ് ഈ പറയണ കൊറോണ മാസ് എജക്ഷൻസ് വരുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഓഫൻ അസോസിയേറ്റഡ് വിത്ത് സോളാർ ഫ്ലെയേഴ്സ്. ഓൺലി സോളാർ ഫ്ലെയേഴ്സ് ഉണ്ടാവും. പക്ഷേ സോളാർ ഫ്ലെയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയേഷൻ എന്താ പറയുക, ബേസ്റ്റിംഗ് അങ്ങനെയുള്ളതല്ല. പക്ഷെ ഇവിടെ എന്താ, സോളാർ ഫ്ലെയേഴ്സിനെ പോലെയല്ല, ഇത് ബേസ്റ്റ് ആവും. ബേസ്റ്റ് ഓഫ് റേഡിയേഷൻസ് ആണ്. പെട്ടെന്നുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്, ബേസ്റ്റും ചെയ്യും. അപ്പം ഇവിടെ മാറ്ററും പാർട്ടിക്കിൾസും ഇൻവോൾവ് ആണ്. എന്തൊക്കെയാണ്? മറ്റവിടെ എന്തായിരുന്നു? ജസ്റ്റ് സോളാർ ഫ്ലെയേഴ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എത്തി, 8 മിനിറ്റിലെത്തി. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് കുറച്ചുകൂടി മാറ്ററും പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്. 15 മണിക്കൂറും 3 ദിവസവും ഒക്കെ എടുക്കും ഒരു ഏർത്തിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ ഏർത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? മാഗ്നറ്റോസ്ഫിയറുമായിട്ട് അത് കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുന്ന വഴി മാഗ്നറ്റിക് സ്റ്റോംസ് ഉണ്ടാവും. മാഗ്നറ്റിക് സ്റ്റോംസ് ഉണ്ടായിക്കാനും നമ്മുടെ GPS ഗ്രിഡ് സിസ്റ്റം ഒക്കെ ഡിസ്ട്രപ്റ്റ് ആവും. അതിനെയും പരിണിത ഫലമായിട്ട് അറോറാസ് തന്നെയാണ് ഫോം ചെയ്യുക. ഈ അറോറാസ് എന്ന് പറയുന്നത് എന്താണ്? ഓസ്ട്രാലിസ് അറോറാസും ഉണ്ട്, അതുപോലെ ബൊറാലിസും ഉണ്ട്. നമുക്ക് രണ്ട് സൗത്തും നോർത്തും ഡിഫറെൻറ്റ് നെയിംസ് ആണ്. നോർത്തേൺ അറോറാസും ഉണ്ട്, അതുപോലെ തന്നെ സദേൺ അറോറാസും ഉണ്ട്. അപ്പോൾ ഓസ്ട്രാലിസും അതിൻ്റെ ബോറിയാലിസും രണ്ടും ഫോം ചെയ്യാം. ഇത് ജൂൺ 2025 ഇങ്ങനെ ഒരു പ്രതിഭാസം വന്നിട്ടുണ്ടായിരുന്നു. വയലൻ്റ് ആയിട്ടുള്ള ഒരു കൊറോണൽ മാസ് ഇജക്ഷൻ ഏർത്തിൽ സംഭവിച്ചു. അങ്ങനെ ജിയോമെട്രിക്കൽ ആയിട്ടുള്ള സ്റ്റോം അലേർട്സും കാര്യങ്ങളൊക്കെ വന്നു. ഒരുപാട് സാറ്റലൈറ്റ്സ് എല്ലാം ഡിസ്ട്രക്റ്റ് ആയി. അതുപോലെ തന്നെ അറോറാസ് ഒക്കെ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലൊക്കെ വളരെ ഭംഗിയുള്ള സ്പെക്ടാക്കുലർ ആയിട്ടുള്ള അറോറാസ് എല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ സോളാർ സൺ എന്നുള്ള ഒരു ഏരിയയിൽ നമ്മൾ ഒരു ബ്രോഡായിട്ട് പറഞ്ഞു പോകുന്നത്. സയൻസിൽ ഇപ്പോൾ നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി. പക്ഷേ വെൻ വി ആർ ഹെഡിങ് ഇൻ ടു മറ്റേ ജോഗ്രഫി സെഷനിൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.